ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ മക്കൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദവും സുഖപ്രദവും ആവാൻ വേണ്ടിയിട്ട് പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള മക്കൾക്കാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റായ ഓഫ് മെനി ഹ്യൂസ് എന്നതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു നെയിംസ് ആൻഡ് നെയിംസ്. നമ്മൾ ഓൾറെഡി ആ ചാപ്റ്റർ മലയാളത്തിൽ അതിൻ്റെ എക്സ്പ്ലനേഷനും സൈഡ് ക്വസ്റ്റ്യൻസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്ത കുട്ടികൾ അത് കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ഫുൾ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് ശേഷം കൊടുത്തിട്ടുണ്ട്, അതാണ് ചെയ്ത് നോക്കുന്നത്. നോക്കിക്കേ, ക്വസ്റ്റ്യൻ 1. The school is closed for the vacation. വെക്കേഷന് വേണ്ടിയിട്ട് സ്കൂൾ അടച്ചു. കുഞ്ഞിച്ചിരുത ഈസ് ഇൻ കേരള ആൻഡ് ഹെർ ഫ്രണ്ട് ഔട്ടോനെറ്റ് ഈസ് നൗ ഇൻ ഫ്രാൻസ്. കുഞ്ഞിച്ചിരുത ഇപ്പോൾ കേരളത്തിലും അവളുടെ ഫ്രണ്ട് ഔട്ടോനെറ്റ്, പ്രൊണൗൺസിയേഷൻ ഓർമ്മയില്ല മക്കളെ, ഔട്ടോനെറ്റ് ഇപ്പോൾ ഫ്രാൻസിലുമാണ് ഉള്ളത്. ബട്ട് ദേ സ്റ്റിൽ സ്റ്റേ കണക്റ്റഡ് ത്രൂ ടെക്സ്റ്റ് മെസ്സേജസ്. പക്ഷെ അവരിപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ട് കണക്റ്റഡ് ആണ്. ഹിയർ ഈസ് എ പീക്ക് അറ്റ് ദെയർ ചാറ്റ്. അവരുടെ ചാറ്റിങ്ങിലുള്ള ഒരു ചെറിയ ഭാഗം നമുക്കിവിടെ തന്നിട്ടുണ്ട്. കുഞ്ഞിച്ചിരുത പറയുന്നത് നോക്കൂ. ഹായ് ഓട്ടോനെറ്റ്, ഹൗസ് എവറിത്തിങ് ഗോയിങ്? എങ്ങനെയുണ്ട്, സുഖമല്ലേ, എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ? ഹായ്, ഇറ്റ്സ് നൈസ് ഹിയർ. ഇവിടെ എനിക്ക് സുഖമാണ്. ഈറ്റിംഗ് ലോട്ട്സ് ഓഫ് യമ്മി ഫുഡ്. വാട്ട് അബൌട്ട് യു? ഹൗസ് കേരള? ഒരുപാട് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു. കേരള എങ്ങനെയുണ്ട്? ഗ്രേറ്റ്, ഇവിടെ നല്ല സുഖമാണ്. ലോട്ട്സ് ഓഫ് കോക്കനട്ട് ട്രീസ് ആൻഡ് അമ്മാസ് ദോശാസ്. മിസ് യു ദോ? ഒരുപാട് തെങ്ങുകളും പിന്നെ അമ്മയുടെ ദോശയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. മിസ് യു ദോ? നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഔ മിസ് യു ടു? ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ട്. ഗസ് വാട്ട്? ഐ തോട്ട് മൈ മോം ടു സേ യുവർ നെയിം. എന്താണ്? ഞാൻ അമ്മയെ നിന്റെ പേര് പറയാൻ പഠിപ്പിച്ചു. ദാറ്റ്സ് അമേസിങ്. ഐ തോട്ട് അമ്മ ടു സേ യുവർ നെയിം ടു. ഞാൻ എൻ്റെ അമ്മയെ നിന്റെ പേര് പറയാനും പഠിപ്പിച്ചു. വൂഹു, വെൻ ആർ യു ഗോയിങ് ബാക്ക് ടു ന്യൂജേഴ്സി? ഇനി എന്നാണ് ന്യൂജേഴ്സിലേക്ക് തിരിച്ചു പോകുന്നത്? ഇൻ 2 weeks, 2 ആഴ്ച കൊണ്ട് പോകും. വാട്ട് അബൌട്ട് യു? നീയോ? ഡു യു മിസ് ന്യൂജേഴ്സി? നീ ന്യൂജേഴ്സി മിസ് ചെയ്യുന്നുണ്ടോ? ഐ മിസ് ഹാങ്ങിങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് ലൈക്ക് യു. എന്നെ പോലെ തന്നെ കൂട്ടുകാരുടെ കൂടെ ഹാങ്ങിങ് ഔട്ട് ചെയ്യുന്നത് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ സ്കൂൾ ആക്ടിവിറ്റീസ്, അതുപോലെ സ്കൂളിലുള്ള ആക്ടിവിറ്റീസും. ഓൾസോ ദ ഐസ്ക്രീം അറ്റ് പ്രകാശ് ഷോപ്പ്, പ്രകാശ് അങ്കിളിൻ്റെ കടയിലുള്ള ഐസ്ക്രീംസും മിസ് ചെയ്യുന്നുണ്ട്. എനിവേ ഐ വിൽ ബി ബാക്ക് ഇൻ 2 weeks. ഞാനും 2 ആഴ്ച കൊണ്ട് തിരിച്ചെത്തും. ഡീൽ. ഡോണ്ട് വെയിറ്റ്, സി യു സൂൺ. സോറി, കാൺറ്റ് വെയിറ്റ്, സി യു സൂൺ. ഓക്കെ, നമുക്ക് വൈകാതെ തന്നെ കാണാം. സി യു സൂൺ എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്കുള്ള ആക്ടിവിറ്റി എന്താണ്? യു വിഷ് ടു ഹാങ് ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട്സ് ദിസ് വീക്കെൻഡ്. ഹൗ വിൽ യു പ്ലാൻ ഫോർ ഇറ്റ്? സിറ്റ് ഇൻ പെയർസ് ആൻഡ് ക്രിയേറ്റ് എ ചാറ്റ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് കൂടെ ഈ വീക്കെൻഡിൽ എന്താണ് ഒരു ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പുറത്തൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ 2 ഫ്രണ്ട്സ് വീതം ഗ്രൂപ്പിലിരുന്നിട്ട് എന്തൊക്കെയായിരിക്കും സംസാരിക്കുക എന്നുള്ള ഒരു ചിറ്റ് ചാറ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 സെൻറ്റൻസ് നമുക്കവിടെ തന്നിട്ടുണ്ട്. യു, നിങ്ങൾ പറയണം ഹായ് വാട്ട് ആർ യു ഡൂയിങ് ദിസ് വീക്കെൻഡ്? ഈ വീക്കെൻഡ് എന്താ പരിപാടി? അപ്പോൾ ഫ്രണ്ട് എന്ത് പറയുന്നു? ഐ എം നോട്ട് ഷുവർ യെറ്റ്. ഡു യു വാണ്ട് ടു ഹാങ് ഔട്ട്? കാര്യമായിട്ടൊന്നും തീരുമാനമായിട്ടില്ല, നിനക്ക് ഹാങ് ഔട്ട് ചെയ്യാൻ പോകണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്താ പറയുക? യെസ് ഷുവർ. ഷാൾ വി ഗോ ടു ദ പാർക്ക് ദിസ് ഈവനിങ്? ഓക്കെ, നമുക്ക് ഇന്ന് വൈകുന്നേരം തന്നെ പാർക്കിലേക്ക് പോയാലോ? വെൻ യു കം വിൽ യു ബ്രിങ് മീ ദ ഉണ്ണിയപ്പം ദാറ്റ് യുവർ മദർ മെയ്ഡ്? അപ്പോൾ ഫ്രണ്ട് എന്ത് ചോദിക്കുന്നു? നീ വരുമ്പോൾ നിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം കൊണ്ടുവരും? ഓഫ് കോഴ്സ്. ഷുഡ് വി ഗോ ടു ദ ഐസ്ക്രീം പാർലർ ഇൻ ദ പാർക്ക്? തീർച്ചയായിട്ടും കൊണ്ടുവരാം. നമുക്ക് പാർക്കിലുള്ള ഐസ്ക്രീം പാർലറിലൂടെ പോയാലോ? ഫ്രണ്ട്, ഓ ദാറ്റ് സൗണ്ട് ഗ്രേറ്റ്. വി വിൽ സീ യു അറ്റ് 4 PM. നമുക്ക് 4 മണിക്ക് തന്നെ കാണാം. ഓക്കെ ബൈ. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതിൻ്റെ ഒരു മോഡലാണ് കേട്ടോ. ആക്ടിവിറ്റി 2 നോക്കൂ. ഡ്യൂറിങ് ദ വെക്കേഷൻ കുഞ്ഞിച്ചിരുത റിസീവ്ഡ് എൻ ഇമെയിൽ ഫ്രം ഹർ ഫ്രണ്ട് ഓട്ടോനെറ്റ്. വെക്കേഷൻ്റെ സമയത്ത് കുഞ്ഞിച്ചിരുതയ്ക്ക് അവളുടെ ഫ്രണ്ട് ഓട്ടോനെറ്റിൻ്റെ ഒരു ഇമെയിൽ വന്നു. അപ്പോൾ ഫ്രമും ടൂവും മെയിൽ ഐ ഡിയിൽ ശ്രദ്ധിക്കുക. എന്താണ് ഫ്രമും ടൂവും കൊടുത്തിട്ട് 2 പേരുടെയും മെയിൽ ഐ ഡി എഴുതണം. ഫ്രം outwanet12@mail.com to kunjichirutha@mail.com. ഓക്കെ, ഡിയർ കുഞ്ഞിച്ചിരുത, ഐ ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ. ഐ എം ബാക്ക് ഇൻ മെർസിലസ്. നീ നിൻ്റെ വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് കരുതുന്നു. ഞാൻ മെർസിലസിൽ തിരിച്ചെത്തി. ദ വെദർ ഹിയർ ഈസ് ലവ്ലി. ഇവിടുത്തെ കാലാവസ്ഥ നല്ലതാണ്. ആൻഡ് ഐ വെൻറ്റ് പാഡിൽ ബോർഡിങ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ പാഡിൽ ബോർഡിങ്ങിന് പോയി. ഐ ഫെൽ ഡൗൺ മെനി ടൈംസ് ബട്ട് ഇറ്റ് വാസ് എക്സൈറ്റിംഗ്. ഞാൻ അതിൽ നിന്ന് ഒരുപാട് തവണ താഴെ വീണു, പക്ഷെ അത് നല്ല രസമായിരുന്നു. ഐ ഹാവ് അറ്റാച്ച്ഡ് സം ഫോട്ടോസ് ഫോർ യു. ഞാൻ ഇതിൻ്റെ കൂടെ നിനക്ക് കുറച്ച് ഫോട്ടോസ് കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഹൗസ് കേരള?
കേരള എങ്ങനെയുണ്ട്? ഐ റിയലി മിസ് യു ആൻഡ് കാൺട്ട് വെയിറ്റ് ടു ഹിയർ ഓൾ അബൌട്ട് യുവർ അഡ്വഞ്ചേഴ്സ്. ഞാൻ എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിൻ്റെ അഡ്വഞ്ചേഴ്സ് ഒക്കെ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാനും എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. സേ ഹായ് ടു യുവർ മോം ഫോർ മീ. എനിക്ക് വേണ്ടിയിട്ട് നിൻ്റെ അമ്മയോടൊരു ഹായ് പറയണമെന്ന് പറയാണ്. ടേക്ക് കെയർ, ലവ്, ഔട്ടനെറ്റ്. അപ്പോൾ അങ്ങനെയാണ് മെയിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്കുള്ള ആക്ടിവിറ്റി എന്താ? കുഞ്ഞിച്ചുരുത വാസ് ഡിലൈറ്റഡ്. ഈ മെയിൽ കിട്ടിയപ്പോൾ കുഞ്ഞിച്ചുരുളിക്ക് ഒരുപാട് സന്തോഷമായി. ഷി ബിഗാൻ ടു ടൈപ്പ് എ റിപ്ലൈ. ക്യാൻ യു ഹെൽപ്പ് ഹർ കംപ്ലീറ്റ് ദ മെയിൽ? അവൾ ഓങ്ചോനറ്റിന് ഒരു റിപ്ലൈ കൊടുക്കാനായിട്ട് തയ്യാറായി. അപ്പോൾ നിങ്ങളോട് ഈ മെയിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രമും ടൂവും മെയിൽ ഐ ഡി കൊടുക്കണം. ഫ്രം kunychivita@mail.com ടു onctonet12@mail.com. അത് രണ്ട് നമുക്ക് ഓൾറെഡി അതിൽ തന്നിട്ടുണ്ട് അല്ലേ. ഡിയർ ഓങ്ചോനറ്റ്, ഐ വാസ് എക്സൈറ്റഡ് ടു ഗെറ്റ് യുവർ മെയിൽ. നിൻ്റെ മെയിൽ കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയി. ഇറ്റ് മെയ്ഡ് മീ സോ ഹാപ്പി ടു ഹിയർ ഫ്രം യു. നിൻ്റെ വിശേഷങ്ങൾ അറിയാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഓഫ് കോഴ്സ് ഐ ഓൾസോ മിസ് യു. എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നുണ്ട്. ഐ ബിലീവ് വി വിൽ മീറ്റ് ഈച്ച് അതർ സൂൺ. നമ്മൾ രണ്ടുപേരും വൈകാതെ തന്നെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇറ്റ് ഈസ് വെരി പ്ലസൻറ്റ് ഹിയർ അറ്റ് ഹോം. ഇവിടെ വീട്ടിൽ ഭയങ്കര രസമാണ്. ഗ്രാൻഡ് പാ ആൻഡ് ഗ്രാൻഡ് മാ ടോട്ട് മീ മെനി സ്റ്റോറീസ്. മുത്തശ്ശനും മുത്തശ്ശിയും എന്നെ ഒരുപാട് കഥകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻ എവറി ഈവനിങ് ദേ വിൽ ടേക്ക് മീ ടു ദ ഫീൽഡ്സ് ആൻഡ് ദ പോൺസ്. എല്ലാ ദിവസവും വൈകുന്നേരം അവരെന്നെ പാടത്തേക്കും കുളം കാണിക്കാനും ഒക്കെ കൊണ്ടുപോകും. ദേ മേക്ക് മീ മെനി ലോക്കൽ ഡിഷസ്. അവരെനിക്ക് ഒരുപാട് ഇവിടെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കി തരും. ഹിയർ ഈസ് നോ ഹസിൽ ആൻഡ് ബസിൽ ലൈക്ക് ദർ. അവിടത്തെ പോലെ ഇവിടെ തിക്കും തിരക്കൊന്നുമില്ല. ഐ ഫീൽ പീസ്ഫുൾ ഹിയർ. ഇവിടെ എനിക്ക് ഭയങ്കര പീസ്ഫുൾ ആണ്, സമാധാനമായിട്ട് തോന്നുന്നുണ്ട്. ലവ്വിങ്ലി കുഞ്ഞിച്ചിരുത. ആക്ടിവിറ്റി 3, റീഡ് ദ സെൻറ്റൻസസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. താഴെ നമുക്ക് സ്റ്റോറിയിലെ ഒരു ചെറിയ പോർഷൻ തന്നിട്ടുണ്ട്. ഇൻഫാക്ട് നിയർലി ഹാഫ് ദ സ്റ്റുഡൻസ് ബിലോങ് ടു ഇമിഗ്രൻറ്റ് ഫാമിലീസ്. ദർ were students from Canada, Mexico, Italy, the UAE, Egypt and China. കുഞ്ഞിച്ചിരുത was the only Indian. The term Indian denotes someone from India. ഇപ്പോൾ ഇന്ത്യയിലുള്ള ആളുകളെയാണ് നമ്മൾ ഇന്ത്യൻ എന്ന് പറയുക അല്ലേ. ഹിയർ ഈസ് എ ലിസ്റ്റ് ഓഫ് സച്ച് വേർഡ്സ് ഫോർ പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്. അത്തരത്തിൽ ഓരോ കൺട്രിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഓരോ പേരുകളാണ് പറയുക. കാനഡയിൽ നിന്ന് വരുന്നവർക്ക് കനേഡിയൻ, ചൈനയിൽ നിന്നാണെങ്കിൽ ചൈനീസ്, ഈജിപ്റ്റ് ആണെങ്കിൽ ഈജിപ്ഷ്യൻ, ജപ്പാൻ ആണെങ്കിൽ ജാപ്പനീസ്, മെക്സിക്കോയിൽ നിന്നാണെങ്കിൽ മെക്സിക്കൻ. നൗ കംപ്ലീറ്റ് ദ ഫോളോയിങ്. ക്വസ്റ്റ്യൻ എന്താണ്? താഴെ നമുക്ക് 4 കൺട്രീസ് തന്നിട്ടുണ്ട്. അവിടെ നിന്ന് വരുന്ന ആളുകളെ എന്ത് പേരിലാണ് വിളിക്കുക എന്നാണ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് ഫ്രാൻസ് ആണ്. ഫ്രാൻസിൽ നിന്ന് വരുന്ന ആളുകളെ നമ്മൾ ഫ്രഞ്ച് എന്നാണ് വിളിക്കുക. പിന്നെ സ്പെയിനിൽ നിന്നാണെങ്കിൽ സ്പാനിയാർഡ്സ് ഓർ സ്പാനിഷ് പീപ്പിൾ എന്ന് പറയാം. ജർമ്മനിയിൽ നിന്നാണെങ്കിൽ ജർമൻസ്. ദ UAE ആണെങ്കിൽ എമിറാറ്റിസ് എന്നാണ് പറയുക കേട്ടോ. നൗ ക്വസ്റ്റ്യൻ ബി നോക്കൂ. ക്യാൻ യു ആഡ് മോർ ടു ദിസ് ലിസ്റ്റ്? ഇതുപോലെ കുറച്ചുകൂടെ കൺട്രീസ് എഴുതിയിട്ട് അവിടുത്തെ നേറ്റീവ് ആളുകൾ എന്താണ് വിളിക്കുക എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അമേരിക്ക നോക്കാം. അമേരിക്കയെ അമേരിക്കൻസ് എന്നാണ് വിളിക്കാറ്. ഇംഗ്ലണ്ട് ആണെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഓർ ബ്രിട്ടൻസ് ഓർ ബ്രിട്ടീഷേഴ്സ് ഓർ ബ്രിറ്റ്സ് ഇങ്ങനെയും വിളിക്കാറുണ്ട് കേട്ടോ. ഇനി ആക്ടിവിറ്റി 4 നോക്കാം. ലെറ്റ്സ് ഹാവ് ഫൺ വിത്ത് വേർഡ്സ്. കുഞ്ഞിച്ചിരുത ആൻഡ് ഓങ്ചോനറ്റ് ഡിസൈഡഡ് ടു പ്ലേ എ ഗെയിം. കുഞ്ഞിച്ചിരുതയും ഓങ്ചോനറ്റും കൂടെ ഒരു ഗെയിം കളിക്കുകയാണ്. They picked the words that started with each letter of their names. The words describe something positive about them. For example, K in Kunjichirudha stands for kind and A in Onctonette stands for active. Help them complete the list. അപ്പോൾ അവർ എന്ത് ഗെയിമാണ് മക്കളെ കളിച്ചത്? അവരുടെ പേരിലെ ലെറ്റേഴ്സ് എഴുതി. എന്നിട്ട് ഓരോ ലെറ്റേഴ്സും വെച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു വേർഡ് ക്രിയേറ്റ് ചെയ്തു. അതൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ബാക്കി ലെറ്റേഴ്സ് വെച്ചിട്ട് ഇതുപോലെ പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് എഴുതിയിട്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ, കുഞ്ഞിച്ചിരുതയുടെ നമുക്ക് ആദ്യം നോക്കാം. കുഞ്ഞിച്ചിരുതയുടെ സ്പെല്ലിങ് KUNHICHIRUTHA എന്നാണ്. അപ്പോൾ K ഫോർ കൈൻഡ്, U ഫോർ അണ്ടർസ്റ്റാൻഡിങ്, N ഫോർ നീറ്റ്, H ഫോർ ഹെൽപ്ഫുൾ, I ഫോർ ഇൻ്റലിജൻറ്റ്, C ഫോർ ക്യൂരിയസ്, H ഫോർ ഹാപ്പി, I ഫോർ ഇമാജിനേറ്റീവ്, R for respectful, U for understanding, T for thankful, A for active. ഇനി ഓങ്ചോനറ്റിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ANTOINETTE. A for active, N for nice, T for talented, O for optimistic, I for inspiring, N for noble, E for energetic, T for tolerant, T for trustworthy, E for enthusiastic. ഇതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ നോക്കൂ. നൗ ഡു ദ സെയിം ഫോർ യുവർ നെയിം.
സിറ്റ് വിത്ത് യുവർ ഫ്രണ്ട് ആൻഡ് ഷെയർ യുവർ വർക്ക്, പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. നിങ്ങളുടെ പേര് എഴുതിയിട്ട് ഇതുപോലെ ഓരോ ലെറ്റേഴ്സിനും സംതിങ് പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ പേര് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പം നിങ്ങൾ തനിയെ ചെയ്യണം, ഒറ്റയ്ക്ക് ചെയ്യണം. നമ്മൾ ഈ എഴുതിയിട്ടുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. Question C. Here are some qualities describing the character of കുഞ്ഞിച്ചിരുത. Write a sentence about each of these qualities. നമുക്ക് താഴെ കുഞ്ഞിച്ചിരുതയുടെ കുറച്ച് ക്വാളിറ്റീസ് തന്നിട്ടുണ്ട്. അത് ബാക്കിയുള്ളത് കൂടെ ഒന്ന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ക്വാളിറ്റീസ് വെച്ച് ഓരോ സെൻറ്റൻസ് എഴുതാം കേട്ടോ. അപ്പോൾ കൈൻഡ് എന്ന് വെച്ചാൽ അതിന് സ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിച്ചിരുത ഇസ് എ കൈൻഡ് ഗേൾ. അതായത് എല്ലാവരോടും കനിവുള്ള കുട്ടിയാണ്. അണ്ടർസ്റ്റാൻഡിങ്, ഷീ ഈസ് വെരി അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് ഹോം ആൻഡ് സ്കൂൾ. നീറ്റ്, ഹെർ ഹെയർ വാസ് നീറ്റ്ലി കട്ട് ആൻഡ് കോംഡ്. അവളുടെ മുടി വളരെ വൃത്തിയായിട്ട് മുറിച്ചിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. ഹെൽപ്ഫുൾ, ഷീ ഈസ് വെരി ഹെൽപ്ഫുൾ ടു അതേഴ്സ്. മറ്റുള്ളവർക്ക് അവൾ വളരെ സഹായം ചെയ്യുന്നവളാണ്. ഇൻ്റലിജൻറ്റ്, കുഞ്ഞിച്ചിരുത അപ്പിയേഴ്സ് ഷൈ അറ്റ് ഫസ്റ്റ് ബട്ട് അണ്ടർനീത്ത് ദാറ്റ് ഈസ് എ വെരി ഹാർഡ് വർക്കിംഗ് ഇൻ്റലിജൻറ്റ് ഗേൾ. ക്യൂരിയസ്, ഷി വാസ് ക്യൂരിയസ് ടു നോ വാട്ട് ഹാഡ് ഹാപ്പൻ. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ അവൾക്ക് എപ്പോഴും ക്യൂരിയോസിറ്റിയാണ്. ഹാപ്പി, ഷീ ഈസ് ഓൾവേസ് ഹാപ്പി. ഇമാജിനേറ്റീവ്, in every time Kunichiruda came up with an imaginative solution. Respectful, she is very respectful girl. Understandable, she always tried to understand others' opinion. Thankful, she is very thankful for the support she got. Honest, she is an honest person. Active, she is very active in her academics. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ തന്നെയുള്ള ഡി ക്വസ്റ്റ്യൻ നോക്കൂ. ലെറ്റ്സ് റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് കുഞ്ഞിച്ചിരുത യൂസിങ് ദ ക്വാളിറ്റീസ് അബവ്. അപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ ക്വാളിറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കുഞ്ഞിച്ചിരുതയെക്കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കുഞ്ഞിച്ചിരുത ഈസ് എ കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ഗേൾ. ഹെർ ഹെയർ വാസ് നീറ്റ്ലി കട്ട് ആൻഡ് കോംഡ്. ഷീ ഈസ് വെരി ഹെൽപ്ഫുൾ ടു അതേഴ്സ്, എസ്പെഷ്യലി someone not being well. കുഞ്ഞിച്ചിരുത appears shy at first days of her school, but after some days she became very hardworking and intelligent girl. She was curious to know what had happened in all days at her entire school. She looks always happy and positive. She is very respectful girl. She always tried to understand others' opinions. She is very thankful for the support she got. She is an honest person. She is very active in her academics. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിലേക്ക് കുറച്ച് സെൻറ്റൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് ഒരു ഡിസ്ക്രിപ്ഷനാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഫിഫ്ത്ത് ആക്ടിവിറ്റി നോക്കൂ. റീഡ് ദ സെൻറ്റൻസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. നമുക്ക് സ്റ്റോറിയിൽ നിന്നൊരു സെൻറ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കിക്കേ. എ ഫ്യൂ ഡേയ്സ് ബിഫോർ ദ സ്പ്രിംഗ് ബ്രേക്ക് a girl named Antoinette took admission in Kunyichiruda's class. Imagine a new student from another country or state has just joined your school. How would you help her adjust to her the new place and culture? അപ്പോൾ ഓങ്ചോനറ്റ് പുതിയതായിട്ട് അഡ്മിഷൻ എടുത്തതുപോലെ നിങ്ങളുടെ സ്കൂളിൽ വേറൊരു സ്റ്റേറ്റിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു കൺട്രിയിൽ നിന്നോ ഉള്ള ഒരു കുട്ടി പുതുതായിട്ട് അഡ്മിഷൻ എടുക്കാൻ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും? അതായത് നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച്, നിങ്ങളുടെ സ്കൂളിലുള്ള റൂൾസിനെ, നിയമങ്ങളെക്കുറിച്ച്, ടീച്ചേഴ്സിനെ കുറിച്ച്, ലോക്കൽ ലാംഗ്വേജിനെ കുറിച്ച്, പ്ലേസസ് ടു വിസിറ്റ്, സ്കൂളിൽ എന്തൊക്കെ സ്ഥലങ്ങൾ കാണാനുണ്ട്, പിന്നെ സ്കൂൾ ലൈബ്രറി, കഫ്തീരിയ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അവളോട് പറഞ്ഞു കൊടുക്കാം അല്ലേ. ഒരു എക്സാമ്പിൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഐ വിൽ ഷോ ഹെർ അറൗണ്ട് ദ സ്കൂൾ ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹെർ ടു മൈ ഫ്രണ്ട്സ്. ഞാൻ അവളെ സ്കൂള് ചുറ്റും കാണിച്ചിട്ട് എന്ത് ചെയ്യും, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്തെല്ലാം ചെയ്യാം? ഐ ഷോൾ ഹെൽപ്പ് ഹെർ അണ്ടർസ്റ്റാൻഡ് ദ ന്യൂ സബ്ജക്റ്റ്. പുതിയ വിഷയങ്ങളൊക്കെ പഠിക്കാനായിട്ട് അവളെ ഹെൽപ്പ് ചെയ്യും. ഐ വിൽ ടീച്ച് ഹെർ ഓൾ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് അവർ സ്കൂൾ. സ്കൂളിലുള്ള നിയമാവലികളൊക്കെ അവളെ പഠിപ്പിക്കും. ഐ ഷോൾ ഇൻട്രൊഡ്യൂസ് ഹെർ ടു ദ ടീച്ചേഴ്സിന് എനിക്ക് അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഐ ക്യാൻ ടീച്ച് ഹെർ സം ലോക്കൽ വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ് ടു ബി യൂസ്ഡ് ഡെയിലി. നിത്യോപയോഗത്തിന് വേണ്ടുന്ന ചെറിയ അവിടെയുള്ള ലോക്കലി നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വാക്കുകളും വേർഡ്സും ഒക്കെ പഠിപ്പിക്കാം. ഐ വിൽ ടേക്ക് ഹെർ ടു ദ മെയിൻ സ്പോട്സ് ഓഫ് അവർ സ്കൂൾ സച്ച് ആസ് ലൈബ്രറി, കഫ്തേരിയ, ഗാർഡൻ എക്സെട്ര. അപ്പോൾ ലൈബ്രറി, അതുപോലെ കഫ്തേരിയ, ക്യാൻറ്റീന്, പിന്നെ ഗാർഡൻ തുടങ്ങിയിട്ടുള്ള സ്കൂളിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കാണിക്കുകയും ചെയ്യാം അല്ലേ. ഇനി ആക്ടിവിറ്റി 6 നോക്കാം. റീഡ് ദ സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി. But she had picked up English with an amazing speed. In this sentence, the pair picked and up together. Picked up means learned or acquired. അപ്പോൾ പിക്ഡ് എന്നും അതുപോലെ അപ്പ് എന്നുള്ള രണ്ട് വേർഡ്സ് ചേർന്നിട്ടാണ് പിക്ഡ് അപ്പ് എന്നായത്. അപ്പോൾ അതിൻ്റെ മീനിങ് തന്നെ ആകെ മാറിപ്പോയി അല്ലെ. പിക്ഡ് അപ്പ് എന്ന് പറയുമ്പോൾ ഫ്രേസൽ വേർബായിട്ട് മാറി. ലേൺഡ് ഓർ അക്വയർഡ് എന്ന മീനിങ് വരുന്ന ഒരു ഫ്രേസൽ വേർബായിട്ട് അത് മാറി. Question A. A few such pairs of words are given below. Pick out the sentences that contain those expressions from the story. അപ്പോൾ താഴെ നമുക്ക് come across, switched over എന്നിങ്ങനെ രണ്ട് വേർബ്സ്, ഫ്രേസൽ വേർബ്സ് തന്നിട്ടുണ്ട്.
നിങ്ങളോട് സ്റ്റോറിയിൽ നിന്ന് ആ വേർഡ്സ് വരുന്ന സെൻറ്റൻസ് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ കം അക്രോസിൻ്റെ ആദ്യം നോക്കാം. കുഞ്ഞിച്ചിരുത ഹാഡ് കം അക്രോസ് മെനി ഇന്ത്യൻസ് ഇൻ ദ സ്ട്രീറ്റ്സ്. സ്വിച്ച്ഡ് ഓവർ. പ്രകാശ് സഡൻലി സ്വിച്ച്ഡ് ഓവർ ടു മലയാളം. ഇനി ഇതിലുള്ള ക്വസ്റ്റ്യൻ ബി നോക്കൂ. റീഡ് ദ കോൺവെർസേഷൻ ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ മോർ സച്ച് എക്സ്പ്രഷൻസ് യൂസ്ഡ്. താഴെ നമുക്ക് കുറച്ച് ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. അതിൽ ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിച്ചിരുത ഹായ് എവ്രി വൺ, ഓൺസോനെറ്റ്സ് ബർത്ത്ഡേ ഈസ് കമ്മിങ് അപ്പ് ഓക്കെ, ലെറ്റ്സ് ഡു സംതിങ് സ്പെഷ്യൽ. ജേക്ക് യാ വി ക്യാൻ പിക്കപ്പ് നൈസ് ഗിഫ്റ്റ് ഫോർ ഹർ. ഇവിടെ പിക്കപ്പ് എന്നുള്ള വന്നിട്ടുണ്ട്. മിയ ആൻഡ് വി ക്യാൻ ടേക്ക് ഹർ ഔട്ട് ടു ഈറ്റ് അറ്റ് ഹർ ഫേവറേറ്റ് കഫേ. കുഞ്ഞിച്ചിരുത ഗ്രേറ്റ്, ഐ വിൽ ഫിക്സ് എ ടൈം ഫോർ അസ് ടു ഗോ. Ben, I will look for a good gift. What about a book? Kunjichirda, good idea. We can check out the bookstore to find one she will like. Mia, we will look up. Okay, look up a book she doesn't have. അപ്പോൾ കുറച്ച് എക്സ്പ്രഷൻസ് ഇവിടെ ഉണ്ട്, ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. Jake, let's get a cake too. I can drop it off at her house. Kunjichirida, perfect. We will ask her to come back to the cafe after school and we will surprise her. Ben, okay, let's get going. Keep the secret. Okay, അപ്പോൾ ഓങ്സോനറ്റിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു കോൺവെർസേഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വരുന്ന എക്സ്പ്രഷൻസ് ഒക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? കമ്മിങ് അപ്പ്, പിക്കപ്പ്, ടേക്ക് ഹർ ഔട്ട്, ഫിക്സ് എ ടൈം, look for, look up, drop it off, check out, get going. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 7. ഇൻ ദ ക്ലാസ് ദ ടീച്ചർ ആസ്ക്സ് എവ്രി വൺ ടു സേ സംതിങ് സ്പെഷ്യൽ അബൌട്ട് ദെയർ ഹോം കൺട്രി. ബെൻ ഫ്രം ഇറ്റലി ഗോസ് ഫസ്റ്റ്. ലെറ്റ്സ് ലിസൺ ടു വാട്ട് ഹി ഹാസ് ടു സേ അബൌട്ട് ഹിസ് കൺട്രി. അപ്പോൾ ഇവരുടെ ക്ലാസ്സിൽ ടീച്ചർ എന്ത് പറഞ്ഞു? ഓരോരുത്തരെയായിട്ട് വിളിച്ചിട്ട് അവരുടെ കൺട്രിയെക്കുറിച്ച്, ഹോം കൺട്രിയെക്കുറിച്ചിട്ട് എന്താ ചെയ്യാൻ പറഞ്ഞു? എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഇറ്റലിയിൽ നിന്നുള്ള ബെന്നാണ് ആദ്യം വിളിച്ചത് കേട്ടോ. ബെന്നിനെയാണ് ആദ്യം വിളിച്ചത്. അപ്പോൾ ബെന്ന് ഇറ്റലിയെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് അവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ. ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ഫ്രം ഇറ്റലി. ഞാൻ വരുന്നത് ഇറ്റലിയിൽ നിന്നാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കൺട്രി. അത് മനോഹരമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഇറ്റ്സ് ക്യാപിറ്റൽ ഈസ് റോം. അതിൻ്റെ തലസ്ഥാനം റോമാണ്. ദ ഫ്ലാഗ് ഈസ് റിയലി കൂൾ വിത്ത് 3 കളേഴ്സ്, ഗ്രീൻ, വൈറ്റ് ആൻഡ് റെഡ്. ഗ്രീൻ, വൈറ്റ്, റെഡ് 3 കളേഴ്സ് ചേർന്ന ഫ്ലാഗാണ് ഇറ്റലിക്കുള്ളത്. മോസ്റ്റ് പീപ്പിൾ ഇൻ ഇറ്റലി സ്പീക്സ് ഇറ്റാലിയൻ. ഇറ്റലിയിലുള്ള അധികം ആളുകളും സംസാരിക്കുന്നത് എന്താണ്? ഇറ്റാലിയൻ ലാംഗ്വേജ് ആണ്. അതായത് അവരുടെ നേറ്റീവ് ലാംഗ്വേജ് അതാണ്. വി മേക്ക് സം ഓഫ് ദ ബെസ്റ്റ് ഫുഡ് എവർ ലൈക്ക് പിസ്സ ആൻഡ് പാസ്ത. പിസ്സ, പാസ്ത പോലെയുള്ള ഫുഡാണ് അധികമായിട്ട് ഞങ്ങൾ അവിടെ ഉണ്ടാക്കാറ് അല്ലെങ്കിൽ കഴിക്കാറ്. ഇറ്റലി ഈസ് ഓൾസോ ഹോം ടു അമേസിംഗ് പ്ലേസസ് ലൈക്ക് ദ കൊളോസിയം, ദ ലീനിങ് ടവർ ഓഫ് പിസ ആൻഡ് ദ കനാൽസ് ഓഫ് വെനീസ്. അപ്പോൾ അവിടെയുള്ള കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ പേരുകളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇഫ് യു വിസിറ്റ് ഇറ്റലി യു മൈറ്റ് ഈവൻ സ്പോട്ട് ആനിമൽസ് ലൈക്ക് ദ ഇറ്റാലിയൻ വോൾഫ് ആൻഡ് വൈൽഡ് ബോർ. ഇറ്റാലിയൻ വോൾഫ് അതുപോലെ വൈൽഡ് ബോർ തുടങ്ങിയിട്ടുള്ള ആനിമൽസിനെയും നിങ്ങൾക്ക് അവിടെ കാണാം. ദ വെദർ ഈസ് നൈസ് ടു വിത്ത് വാം സമ്മേഴ്സ് ആൻഡ് കൂൾ വിൻറ്റേഴ്സ്. അപ്പോൾ അവരുടെ വെദറിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇറ്റാലിയൻസ് ലവ് ടു സെലിബ്രേറ്റ് ഹോളിഡേയ്സ് ലൈക്ക് ക്രിസ്മസ്, ഈസ്റ്റർ ആൻഡ് കാർണിവൽസ് വെർ വി വിയർ കളർഫുൾ മാസ്ക്സ് ആൻഡ് കോസ്റ്റ്യൂംസ്. അപ്പോൾ അവരുടെ ആഘോഷങ്ങളെ കുറിച്ചുമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സൗണ്ട്സ് ഫൺ റൈറ്റ്? ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ? നെക്സ്റ്റ് ഓങ്സോനറ്റ് വുഡ് ലൈക്ക് ടു സേ സംതിങ് അബൌട്ട് ഹർ കൺട്രി ഫ്രാൻസ്. Some basic facts about France are given. Can you help her make a description and present it? അടുത്തതായിട്ട് ഓങ്സോനറ്റിനെയാണ് വിളിക്കുന്നത്. അവൾ ഫ്രാൻസിൽ നിന്നുള്ള കുട്ടിയാണ്. അപ്പോൾ ഫ്രാൻസിനെ കുറിച്ചാണ് അവളോട് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ഹിൻസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. കൺട്രി ഫ്രാൻസ് ആണ്. അതിൻ്റെ ക്യാപിറ്റൽ പാരീസ് ആണ്. ഫ്ലാഗ് 3 കളേഴ്സാണ്, ബ്ലൂ, വൈറ്റ്, റെഡ് എന്നീ 3 കളേഴ്സാണുള്ളത്. അവർ സംസാരിക്കുന്ന മേജർ ലാംഗ്വേജ് ഫ്രഞ്ച് ആണ്. പോപ്പുലർ ഫുഡ് ഐറ്റംസ്, അവിടെയുള്ള ഫുഡ് ഐറ്റംസ് ക്രോയ്സൻസും ബഗട്ടീസും മാക്രോൺസും ആണ്. പിന്നെ ഫേമസ് പ്ലേസസ്, വിസിറ്റ് ചെയ്യാനുള്ള ഫേമസ് പ്ലേസസ് ഈഫൽ ടവർ, ദ ലൗറി മ്യൂസിയം, ബീച്ചസ് ഓഫ് ദ ഫ്രഞ്ച് റിവേറിയ. പിന്നെ ആനിമൽസ് എന്തൊക്കെയാണ്? ഫ്രഞ്ച് ബുൾഡോഗ്, വൈൽഡ് ബോർ തുടങ്ങിയവ അവിടെ മാത്രം കാണുന്ന പ്രധാനപ്പെട്ട മൃഗങ്ങളാണ്. സെലിബ്രേഷൻസ് എന്തൊക്കെയാണ് മക്കളെ? ബെസ്റ്റ്ലെ ഡേ, പിന്നെ ക്രിസ്മസ്, ഈസ്റ്റർ കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കാം. ഹായ് ഡിയേഴ്സ്, മൈ നെയിം ഈസ് ഓങ്സോനറ്റ്. ഐ ആം കമ്മിങ് ഫ്രം ഫ്രാൻസ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ കൺട്രി. Its capital is Paris. The flag is really graceful with 3 colors, blue, white and red. Most people in France speak French. Croissant, baguettes and macarons are some of the most popular food items in France. France is also home to many wonderful and famous places such as Eiffel Tower,
the Louvre Museum, and the beautiful beaches of Riviera. French bulldog and wild boar are some famous animals in France. French people like to celebrate Bastille's Day, Christmas, and Easter. I like my country very much. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ചെയ്യാനായിട്ടുള്ളത്. ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്